കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നത് കേട്ടോ. അതായത് ഞാൻ ആമസോണിൽ ഇങ്ങനെ കുറെ പേരുടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് സംഭവമാണ്. ഇതെന്താന്ന് വെച്ചാൽ കണ്ടോ, ഇത് നമ്മളുടെ പല്ലൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഒറാക്ക എന്നുള്ള ബ്രാൻഡിന്റെ ഒരു വാട്ടർ ക്ലോസ് എന്ന സംഭവമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു സംഭവത്തിൽ വെള്ളം ഫില്ല് ചെയ്യുക, അതിനുശേഷം അവിടെ കുറെ മോഡ് കൊടുത്തിട്ടുണ്ട്. ഓൺ ഓഫ് ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ, ഷൂട്ട്, പൾസ്, കസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫാസ്റ്റ് അത് എങ്ങനെ വെള്ളം പമ്പ് ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിൽ ജീവിതം ഭയങ്കര ഉണ്ടാക്കുന്നത് അങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ഇതിങ്ങനെ റിമൂവ് ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ട് വെള്ളം അങ്ങനെ വരും, നല്ല സ്പീഡിൽ പമ്പ് ചെയ്തിരും. അപ്പൊ നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല്ലിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഉൾവശങ്ങളിലൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഫുൾ ക്ലീൻ ആവണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇത് വെച്ച് നമ്മളങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഫോഴ്സിൽ ഇങ്ങനെ വരും. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് നമ്മളെ പല്ലൊക്കെ ക്ലീൻ ആവാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ ഇതിലൂടെ നമുക്ക് ഒരു ടങ് ക്ലീനറും കൂടെ സംഭവം അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുക, അതിന് ശേഷമൊക്കെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് പല്ല് നല്ല ക്ലീൻ ആക്കിയാൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഇതാണ് അടിപൊളി സംഭവം. പിന്നെ അതേപോലെ തന്നെ കുറേ ആയിട്ട് ഞാൻ ഈ ഒരു ഇലക്ട്രിക് ബ്രഷ് കാണുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓറൽ ബി എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് ബ്രഷ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെയാണ്, നമുക്കിത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു ബ്രഷ് കേട്ടോ, ഈ ടിപ്പ് മാത്രം നമ്മളിതവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പൊ നമ്മള് താഴെ ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഈ സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടെ നോർമലി ബ്രഷ് ചെയ്യുന്നതിനെക്കാട്ടും ഇങ്ങനെ നല്ല വൃത്തിയിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോർമലി ബ്രഷ് നമ്മളിങ്ങനെ ഇട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പല്ലുകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കാന്ന് പറയില്ല, ഇങ്ങനെ മെല്ലെ മെല്ലെ ഓടിക്കുക. ഉള്ളിൽ കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, എസ്പെഷ്യലി ഇതാ ഈ സാധനം. കാരണം നമ്മൾ നോക്കി പ്രസ് ചെയ്ത് നമ്മൾ നാവിലെ കടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വരിക. അപ്പൊ നമുക്ക് നാവിലെ കടിച്ചു കഴിഞ്ഞാൽ വേദനിക്കും. അപ്പൊ നമ്മളിങ്ങനെ പല്ലിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വായി തുറന്നാഴ്ച നമുക്ക് ഉണ്ടാക്കിയൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ നാവിലൊക്കെ ഇങ്ങനെ നല്ല ഫോഴ്സിലടിക്കും. അപ്പൊ നമുക്ക് കുറച്ച് പെയിൻ വരും. ആദ്യത്തെ പ്രശ്നം എനിക്ക് നല്ല ടെൻഷൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. സ്പീഡ് കൂടിയോ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പിന്നെ 2-3 ദിവസം ഉപയോഗിച്ചപ്പം നമുക്ക് അതിൻ്റെ ഒരു നീക്ക് കിട്ടും. അപ്പം പെർഫെക്റ്റ് ആവേ. പിന്നെ അതേപോലെ തന്നെ വളരെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. മുൻപ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് അഗ്വര എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഫേഷ്യൽ റിമൂവർ ആണ് കേട്ടോ. ഇലക്ട്രിക് ഈ ഒരു ഫേഷ്യൽ റിമൂവർ ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫേസിൽ ചിലർക്ക് വാക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, കുറച്ച് പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ വരും. അതേപോലെ നമ്മൾ ഷേവ് ചെയ്യാറുണ്ട് ഫേസിലൊക്കെ രോമം കളയാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഐബ്രോസിന്റെ പോർഷൻ ആണെങ്കിലും ഈ അപ്പർ ലിപ്സ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഷേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളത് അടിപൊളി സംഭവമാണ്. ഇത് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ബട്ടൺ ബേക്കിലുള്ള സ്വിച്ച് ഉണ്ട്, അത് പ്രശ്ന സമയത്ത് വെച്ചേക്കാണ്ടോ. ഇതേപോലെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാവല്ലോ, ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് നല്ലതാണ്. ഇതിന്റെ വേറെ ഏതോ ഒരു ബ്രാൻഡ് എനിക്ക് മുൻപുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് എളുപ്പമാണ്. ഇങ്ങനെ മെല്ലെ ഫേസിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസിലാണ് കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ റിമൂവ് ആവും. ബേക്കിൽ നമുക്ക് അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഊരിട്ട് നമുക്ക് കളയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിനെ ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിനുള്ള ക്ലീൻ ആക്കാനുള്ള കുഞ്ഞു ബ്രഷും കിട്ടുന്നുണ്ട്. ഈ ബാക്കിൽ തന്നെ നിൽക്കാൻ സംഭവം ഓഫായി. എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള വെയിലടിച്ചിട്ടാണ് ഇതുമാതിരി കളർ അങ്ങനെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അടുത്തത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് കുറേ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ കുറെ റിവ്യൂസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടാവും. അപ്പൊ ഈ ഒരു അഗാരോന്റെ തന്നെ ഒരു ഹെയർ ബ്രഷാണ്. എന്താ വെച്ചാല് വോളിയം ഹെയർ ഡ്രയർ ആണ്. ഹെയർ ഡ്രയർ നമുക്ക് കുളി കഴിഞ്ഞാൽ അത് വെറ്റ് ഹെയറിലാണ് നമ്മളെ ഹെയർ ഇങ്ങനെ കോംബ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഒന്നും പറ്റില്ല അവിടെ പോട്ടെ. ഇതൊക്കെ നമ്മൾ നനഞ്ഞ മുടിയിലാണ് യൂസ് ചെയ്യുക. അതായത് മുടിയൊക്കെ ഒന്ന് ചീവിയതിന് ശേഷം, ചെറിയ വെറ്റ് ഹെയർ ആയിരിക്കണം, അതിൽ നമ്മൾ ഇങ്ങനെ ചീവി കൊടുക്കുന്ന സമയത്ത് ഹെയർ ഡ്രൈ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു ബ്ലോ ഡ്രൈ ചെയ്ത എഫക്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ നമുക്കിങ്ങനെ ചെറുതായിട്ട് ചുറ്റുമ്പോൾ ഫുൾ കേളി ആയിട്ടിരിക്കുന്നതല്ല, ഒന്ന് സ്ട്രൈറ്റ് ആണെങ്കിൽ നല്ല വൃത്തിയിലിരിക്കും ഹെയർ. അപ്പൊ അതാണ് സംഭവം. ഹെയർ ഡ്രയറും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഹെയർ നല്ല സ്ട്രൈറ്റ് അല്ലെങ്കിൽ നല്ല ഭംഗിയിരിക്കും. ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു കേളി ആയിട്ടിരിക്കും. ഭയങ്കര അങ്ങനെ നിൽക്കുന്ന നല്ല പറയുന്നത് കേട്ടോ. പക്ഷെ ചെറിയൊരു വേവിലൊക്കെ കിട്ടാനാണെങ്കിൽ അങ്ങനെ പറ്റുന്ന സംഭവമാണ്. ഞാൻ വാങ്ങിയിട്ട് ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ആ ഒരു രണ്ടും നടക്കും. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യുക, അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുക, അങ്ങനത്തെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ ഒപ്പം ഇതും കൂടെ നടക്കും. രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഗവൺമെന്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതും വേറൊരു സംഭവം, നമ്മളെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനായിട്ടുള്ള തന്നെയാണ്. ഹെയർ ബ്രഷ് പോലെ നമ്മളിങ്ങനെ ചീവി കൊടുത്താൽ മതി, ഉണങ്ങിയ മുടിയിൽ കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നല്ല ചൂട് വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടും ചൂട് വേണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇത് ഫിലിപ്സിന്റെ ആണ്. ഞാൻ കുറെ മുൻപ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഹെയർ ഇങ്ങനെ ചീവി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. ഞാനത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒക്കെ നമ്മൾ ആമസോണിൽ മേടിച്ചാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.